പാലക്കാട് കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ഭൂരേഖ തഹസിൽദാർക്ക് സസ്പെൻഷൻ. പാലക്കാട് ഭൂരേഖ തഹസിൽദാർ വി സുധാകരനെയാണ് ജില്ലാ കളക്ടർ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. നഗരത്തിലെ മാൾ ഉടമയിൽ നിന്ന് 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. വിവരങ്ങളുമായി ഇർഫാൻ ചേർന്നു. ഇർഫാൻ, ഇത് ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമായിരിക്കാം. ഈ ഭൂരേഖ തഹസിൽദാർ ഈ 50,000 രൂപ കൈക്കൂലി വാങ്ങിയത്. വളരെ നാളുകളായി ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ആയിരിക്കണം. ഈ അത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്ന ശീലമാക്കിയ ഉദ്യോഗസ്ഥനാണോ ഇയാൾ? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? സിജു, തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കൈക്കൂലി വാങ്ങുന്നത് ഒരു ദിനചര്യയാക്കി മാറ്റിയാൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം പലരിൽ നിന്നായി പല വസ്തുക്കളും പല കാര്യങ്ങളും പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇയാൾ കൈക്കൂലി വാങ്ങിയതായാണ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ള സൂചന. അത്തരത്തിലുള്ള സൂചനയാണ് വിജിലൻസ് അന്വേഷണ സംഘം നമ്മളോട് പങ്കുവെക്കുന്നത്. ഒടുവിൽ 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇദ്ദേഹം പിടിയിലാവുന്നത്. ഇതേ ആളിൽ നിന്ന് ഈ 50,000 രൂപ ആവശ്യപ്പെട്ട ആളിൽ നിന്ന് തന്നെ മുൻപ് മദ്യവും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും ഇയാളിന് കൈക്കൂലിയായി ആവശ്യപ്പെട്ടിരുന്നു. അതും അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇദ്ദേഹം ചിത്രീകരിച്ച് വിജിലൻസ് നൽകിയ പരാതിയിന്മേലാണ് വിജിലൻസ് ഇദ്ദേഹത്തിന് വേണ്ടി കെണിയൊരുക്കിയത്. വി സുധാകരൻ എന്ന് പറയുന്ന തഹസിൽദാർക്ക് വേണ്ടി കെണിയൊരുക്കിയത്. അങ്ങനെയാണ് ഇയാൾ പിടിയിലാവുന്നത്. നഗരത്തിലെ ഒരു ഷോപ്പിംഗ് മാളിലെ ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടാം എന്ന നിലയിലാണ് അദ്ദേഹം ഈ ഒരു കൈക്കൂലി ആവശ്യപ്പെട്ടത്. ആദ്യം 5 ലക്ഷം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. എന്നാൽ പിന്നീട് ഇത് ഇത്ര വലിയൊരു തുക തനിക്ക് നൽകാൻ കഴിയില്ല എന്ന് പരാതിക്കാരൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് പിന്നീട് 50,000-ലേക്ക് ഈ തുക പറഞ്ഞെത്തിച്ച് കരാർ ഉറപ്പിക്കുകയായിരുന്നു. ആ തുക കൈപ്പറ്റുന്നതിനിടെയാണ് വിജിലൻസ് ഇദ്ദേഹത്തെ ഈ സുധാകരനെ കെണിവെച്ച് പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ കളക്ടറുടെയാണ് സസ്പെൻഷൻ നടപടി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇദ്ദേഹം പിടിയിലാവുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ സുധാകരനെതിരെ നേരത്തെ ഏതെങ്കിലും പരാതിയോ ഇത്തരത്തിലുള്ള ഈ വിജിലൻസിന്റെ പിടിയിലാവുകയോ വല്ലോ വന്നിട്ടുണ്ടോ? നേരത്തെ ഏതെങ്കിലും കേസ് ഈ സുധാകരനെതിരെ ഉണ്ടോ? നിലവിൽ കേസൊന്നും ഇല്ല എന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. മറ്റേതെങ്കിലും സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിൽ ഇദ്ദേഹം മുമ്പ് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസ് അന്വേഷണം പരിശോധിച്ച് വരികയാണ്. പലരിൽ നിന്നായി പല കാര്യങ്ങളും കൈക്കൂലിയായി ആവശ്യപ്പെട്ടു എന്നൊരു ആരോപണം ഇയാൾക്കെതിരെ വ്യാപകമായി ഉണ്ട്. അങ്ങനെ പല ആളുകളും ഇത് പറയാൻ മടിക്കുന്നു. കാരണം തങ്ങളുടെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശരി, ഇർഫാനാണ് വിവരങ്ങൾ നൽകിയത്. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ഭൂരേഖ തഹസിൽദാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പാലക്കാട് ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. വിവരങ്ങളാണ് ഇർഫാൻ നൽകിയത്.